ഹായ് കൂട്ടുകാരി, ആലിയാസ് ബ്ലോഗിൽ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കർണാടകയിലെ ഒരു ഫേമസ് വെജിറ്റബിളായ അവരേക്കായ്. അതിൻ്റെ വിശേഷങ്ങളും അത് എല്ലാ വർഷവും അതിൻ്റെ മേള നടക്കാറുണ്ട്. ഞങ്ങൾ അവിടെ പോയി അവിടെ നിന്നെടുത്ത കുറച്ച് വീഡിയോസൊക്കെ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. പോകുന്ന വഴിയിൽ വാങ്ങിച്ചതാണ് ഈ മൾബറി. എൻ്റെ മക്കൾ ആദ്യമായിട്ടാണ് ഈ മൾബറി കഴിക്കുന്നത്. അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിത്. ഇവിടെ ഭയങ്കര വിലയൊക്കെയാണ് ഇതിന് പറയുന്നത്. പിന്നെ ബാർഗെയിൻ ചെയ്തൊക്കെ വാങ്ങിക്കുമ്പോൾ വില കുറച്ച് കിട്ടും കേട്ടോ. എൻട്രൻസ് ഇതായിരുന്നു. ബസവനഗുഡി എന്ന് പറയുന്ന സ്ഥലത്ത് നാഷണൽ കോളേജ് ഗ്രൗണ്ടിലാണ് എല്ലാ വർഷവും ഈ അവരേക്കായ് മേള നടക്കുന്നത്. ഓക്കെ, ഇത് 25ാമത്തെ വർഷം എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 25th ഓഫ് ദ ഇയർ. ഭയങ്കര ഞങ്ങൾ പോകുന്നത് 2ാമത്തെ ദിവസമായിരുന്നു. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അവിടെ 2 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പാസ് 100 റുപ്പീസിൻ്റെ ഒരു പാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു VIP പോലെ, VIP കളൊന്നും അന്നല്ല നമ്മൾ പറയുന്നത്, ഒരു VIP പാസ് പോലെ അകത്ത് കയറി നമുക്ക് അങ്ങനെ ഒരു സെറ്റപ്പും ഉണ്ട്. അല്ലാതെ പാസ് എടുക്കാണ്ട് കുറേ നേരം നിന്ന് വെളിയിലും ഈ സെയിം ഐറ്റംസ് തന്നെ ഇടുന്നുണ്ട്. അപ്പം ഞാനും മക്കളൊക്കെ എന്ത് വിചാരിച്ചെന്ന് വെച്ചാൽ 100 രൂപയുടെ പാസ് എടുത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എല്ലാ സാധനങ്ങളും കിട്ടും എന്ന് വിചാരിച്ച് നമ്മൾ ആ പാസ് എടുത്ത് അകത്ത് കയറി. ഗൈസ്, അത് നമ്മുടെ വെറും തെറ്റായ ധാരണ മാത്രമായിരുന്നു. വെറുതെ 100 രൂപ പോയിന്നേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ ക്യൂ നിന്ന് മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ടാണ് ഓരോ ഐറ്റംസ് നമുക്ക് കിട്ടിയത്. എല്ലാം കൂപ്പൺ ബേസ്ഡാണ് കേട്ടോ കൊടുക്കുന്നത്. ഞങ്ങൾ ആദ്യമേ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ആദ്യമേ ഞങ്ങൾ വാങ്ങിച്ചത് അവരേക്കായ് മസാലപ്പൂരിയാണ്. ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ പറയുന്ന ആളായതുകൊണ്ട് തന്നെ സത്യം പറയാമല്ലോ. അവരേക്കായ് ഞങ്ങൾ വാങ്ങിച്ച വേറൊരു ഡിഷ് അവരേക്കായ് എന്താ പറയുക, പാവ് ബജി, പിന്നെ ഒരു അവരേക്കായ് പുല്ലാവുമായിരുന്നു. അവിടെ കുറച്ച് എന്താ പറയുക അവരേക്കായ് ഇട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ വേറെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല കേട്ടോ. ഇവിടെ അവരേക്കായ് കൊണ്ടുള്ള ഡിഷുകൾ, അവരേക്കായ് ഡിഷ് എന്ന് പറഞ്ഞാൽ മെയിൻ അത് തന്നെയല്ലേ വേണ്ട. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എല്ലായിടത്തും അവിടെ ഇവിടെയൊക്കെ കുറച്ച് അവരേക്കായ്, ഇത് കണ്ടു, അവരേക്കായുടെ ഉപ്പുമാവാണിത്. അതിനകത്ത് അവരേക്കായ് കാണാൻ പോലും ഇല്ല. അങ്ങനെയാണ് നമ്മളന്ന് 2ാമത്തെ ദിവസം ചെന്നപ്പം നമുക്ക് കിട്ടിയത് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത് ഈ തട്ട ഇഡ്ഡലിയാണ്. നല്ല സോഫ്റ്റായിരുന്നു. അതെന്തോ വെള്ളം പോലെയൊക്കെ ആയിരുന്നെങ്കിലും ഇതിനകത്ത് കുറച്ച് അവരേക്കായൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലതായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല വിശപ്പും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് 3 പേർക്കും. ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് വന്നത്. ഇത്രയൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. പിന്നെ മോളെടുത്തൊരു കൂപ്പൺ എന്ന് പറയുന്നത് ഗോബി മഞ്ചൂരിയൻ, അവരേക്കായ ഗോബി മഞ്ചൂരിയൻ എന്ന് പറയുന്ന സാധനമാണ് മോൾ കൂപ്പൺ എടുത്തത്. അതുകൊണ്ട് മണിക്കൂറുകളോളം നിന്നാണ് മോക്കത് കിട്ടിയത്. വേറെ കുറേ സാധനങ്ങളൊക്കെ ഈ സ്റ്റാളുകളിൽ തന്നെ വിൽക്കുന്നുണ്ട്. അതെന്താ ടിസ്റ്റാറ്റോ, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കേട്ടോ. പിന്നെ അവരേക്കായ് കോടുബള, ഇതൊക്കെ ഇവിടുത്തെ ഫുഡുകളാണ് കേട്ടോ. കോടുബള എന്ന് പറയുന്നത് ഇവിടെ കടലമാവ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് കോടുബളയൊക്കെ. ഞങ്ങളിത് അവിടെ നിന്ന് വാങ്ങിച്ച ബദാം മിൽക്കാണ്. ഒരു 3 രൂപയുടെ 3 രൂപയല്ല, 3 പേർക്ക് ഞങ്ങൾ ഓരോ ബദാം മിൽക്ക്. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക്. ബദാം മിൽക്കും ഇതാണ് മോള് വാങ്ങിച്ചിരുന്ന ആ ഗോബി മഞ്ചൂരിയൻ. അതിനകത്തിട്ടിരുന്ന സ്റ്റാളുകളാണിതൊക്കെ. പിന്നീട് ഞങ്ങൾ വേഗം തന്നെ ഞങ്ങൾ പുറത്തിറങ്ങി. ശരിക്കും പറഞ്ഞാൽ 1.5 മണിക്കൂർ ഞങ്ങളവിടെ ഈ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു എന്നതല്ല, പെട്ടെന്ന് തന്നെ ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. പുറത്തുള്ള കാഴ്ചകളാണിതൊക്കെ. ജയ്പൂർ, രാജസ്ഥാൻ, അവിടെ നിന്നുള്ള എല്ലാ തുണിത്തരങ്ങളായിരുന്നു കൂടുതലും തുണിത്തരങ്ങൾ. അവിടെ ബാർഗെയിനിങ് അങ്ങനെയൊന്നുമില്ല. ഡിസ്കൗണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ നല്ല വിലയായിരുന്നു കേട്ടോ. പുറമേ നിന്നോ അല്ലെങ്കിൽ നമ്മൾ വേറുള്ള കടകളിലൊക്കെ പോയി വാങ്ങിക്കുന്നതനുസരിച്ചൊന്നുമല്ല, നല്ല വിലകളുണ്ടായിരുന്നു. നല്ല വിലയാണ് എല്ലാത്തിനും പറഞ്ഞത്. കുർത്തീസൊക്കെ വാങ്ങിക്കാൻ നോക്കി, പക്ഷെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ നമുക്കവിടെ വില നന്നായിട്ട് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മളവിടെ നിന്ന് ഇങ്ങനെയുള്ള യാതൊരുവിധ സാധനങ്ങളും വാങ്ങിച്ചില്ല. കുറേ സാരികളുണ്ടായിരുന്നു, കോട്ടൺ സാരിയൊക്കെ. ഇതൊക്കെ നല്ല, ഇതിന് നമ്മൾ വില ചോദിച്ചു കേട്ടോ. നല്ല വിലയാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മളതൊന്നും വാങ്ങിച്ചിട്ടേ ഇല്ല. അവരേക്കായ് മേള എന്ന് പറയുമ്പോൾ ഞങ്ങൾ വിചാരിച്ച കുറേ അവരേക്കായ് കൊണ്ടുള്ള ഇതും. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മേളയ്ക്ക് ഞാൻ പോകുന്നത് തന്നെ. ഞങ്ങൾ
അപ്പം ഞങ്ങൾ വിചാരിച്ച അവരേക്കായ കൊണ്ടുള്ള കുറേ സാധനങ്ങളും കുറേ അവരേക്കായൊക്കെ മേടിക്കാം എന്നൊക്കെ വിചാരിച്ചാണ് പോയത്. കാരണം എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ അവരേക്കായ കൊണ്ടുള്ള എല്ലാ സാധനങ്ങളും. ഹസ്ബൻഡിന് തന്നാൽ എനിക്കും മക്കൾക്കൊക്കെ അവരേക്കായ കൊണ്ടുള്ള മസാല ദോശ, അതുപോലെ തന്നെ അവരേക്കായുടെ കറി, അതിനകത്ത് പല മട്ടൺ ഇട്ട് വെക്കാം, അതുപോലെ തന്നെ മുട്ട ഇട്ട് വെക്കാം, അത് മസാല അവരേക്കായ മസാല നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറേ അവരേക്കായൊക്കെ വാങ്ങിക്കാം എന്നും കൂടെ വിചാരിച്ചാണ് ഞങ്ങൾ പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴുണ്ട് അങ്ങനെ ഒത്തിരി ഒന്നും വാങ്ങിക്കാനായിട്ടില്ല. എങ്കിലും ഞങ്ങൾക്ക് കിട്ടിയത് ഒരു സ്ഥലത്ത് മാത്രമാണ് ഈ അവരേക്കായുടെ സ്കിന്നൊക്കെ എടുത്ത് വിറ്റുകൊണ്ടിരുന്നത്. അതിനിവിടെ പറയുന്ന ഇത്തിക്ക് ബലയെന്നാണ് കേട്ടോ. അത് 1 കിലോ ഞങ്ങൾ വാങ്ങിച്ചു. പിന്നെ അവിടെ മ്യൂസിക് എന്താ പറയുക, പുറത്തുനിന്നുള്ള സിംഗേഴ്സൊക്കെ വന്ന് മ്യൂസിക് ബാൻഡ് അതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പുറത്തേക്ക് ഇങ്ങ് വന്നു കഴിയുമ്പോൾ ഒരു ഉത്സവ പ്രതീതി, അല്ലെങ്കിൽ നമ്മൾ പള്ളിപ്പെരുന്നാളുകളിലൊക്കെ പോകുമ്പോഴൊക്കെ വിൽക്കത്തില്ലേ, അതുപോലുള്ള കുറേ സ്നാക്സ് ഐറ്റംസ്. പിന്നെ എന്താ പറയുക, കടലക്കായ ഫേമസ് ആണല്ലോ അവിടെ. കടലക്ക ഇതൊക്കെ ഒരു കിലോയ്ക്കെന്നല്ല, അവിടെ ഒരു പാത്രത്തിനകത്താണ് വിൽക്കുന്നത്, 100 രൂപയെന്ന് പറഞ്ഞിട്ട്. കുറച്ച് കാഴ്ച വസ്തുക്കൾ, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. എന്താ നമ്മൾ പറയുന്ന പോലെ വെച്ച് വാണിക്കാരെന്ന് പറയത്തില്ലേ, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിവിടെ ഒന്നും വാങ്ങിച്ചില്ല. വണ്ടിയാണ് ഈ പാർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇതിനകത്ത് പാർക്കിംഗ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ വേറെ വഴിയിൽ കുറേ ദൂരെയാണ് വണ്ടി പാർക്ക്. എനിക്കാണെങ്കിൽ നിന്നിട്ട് കാലൊക്കെ വേദനയായിരുന്നു. നടന്ന് മക്കൾ പോയി. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചയാണ്. താട്ടിനുണ്ട്, ഇതെന്താ ബേരി എന്ന് പറയും, ഊട്ടി ആപ്പിൾ എന്ന് പറയും. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ, ഇതൊക്കെ ഇതിൻ്റെ പുറത്ത് വിൽക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇതാണ് നമ്മൾ വാങ്ങിച്ച അവരക്കായ്. 1 കിലോയാണ് വാങ്ങിച്ചത്. അതിനവിടെ അന്ന് അവർ ചാർജ് ചെയ്ത് 280 രൂപയാണ്. അല്ലാതെ നമ്മൾ വാങ്ങിക്കുമ്പോൾ 1 കിലോയ്ക്ക് അവർ 80 രൂപയാണ് ചാർജ് ചെയ്തത്. ഇത് വെച്ച് ഞാൻ ഉണ്ടാക്കിയിരുന്നത് മസാല ദോശയും മസാലയുടെ ഒരു കറിയുമാണ്. രണ്ടും ഞാൻ ഷോർട്ട് വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും സപ്പോർട്ടും കമൻറ്റൊക്കെ തന്ന് പ്രോത്സാഹിപ്പിക്കണേ.